രാജകീയ പുരോഹിതവർഗം. പഴയ നിയമ ലേവ്യ പൗരോഹിത്യത്തെയും പുതിയ നിയമ രാജകീയ പുരോഹിതവർഗത്തെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു വിഷയം. പത്രോസ് 1:2-9 ആപ്തവാക്യം, കുറിവാക്യം ശ്രദ്ധയോടുകൂടെ പഠിക്കുക. അവരുടെ 40 വർഷത്തെ മരുഭൂമിവാസത്തിൽ അവരുടെ യാത്രയെക്കുറിച്ചും അതിനുള്ള ക്രമീകരണത്തെക്കുറിച്ചുമാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. 13 ഗോത്രങ്ങൾ ലേവി ഗോത്രത്തെ ഒഴിച്ച് വേഗം കൂട്ടിച്ചേർത്താൽ യോസഫൻ 2 മക്കളെ ചേർത്ത് എഫ്രൈമും മനശ്ശെയും. ആ 12 ഗോത്രങ്ങളെ 3 ഗോത്രങ്ങൾ വീതം 4 ഗണങ്ങളായി തിരിച്ച് 4 പ്രഭുക്കന്മാരുടെ നേതൃത്വത്തിൽ കൊടിയടയാളം കൊടുത്ത് അവരെ നടത്തുന്നു. ശ്രദ്ധിക്കുക, ഇതിനകത്ത് മോശെ എവിടെ നടന്നു, അഹരോൻ എവിടെ നടന്നു എന്ന് വ്യക്തമായി എഴുതിയിട്ടില്ല. ഇന്നത്തെ നായകന്മാർക്കും ഇതൊരു ബുദ്ധിയുപദേശം. മോശയും അഹരോനും പാളയത്തിൻ്റെ മുൻപിൽ നടന്നില്ലെന്ന്. ഇന്നീ മുമ്പിൽ നടക്കുക, നടുക്കലത്തെ കസേരയിൽ ഇരിക്കുക, അതിന് നേതൃത്വം ഞാൻ തന്നെ കൊടുക്കണം എന്നൊക്കെ ചില അവകാശവാദങ്ങളുണ്ടല്ലോ. മോശെ മരിച്ച ശേഷം ഇസ്രായേലിൻ്റെ ന്യായാധിപനായി മോശയുടെ മകനെ എടുത്തില്ല. ഇന്ന് മക്കൾ തായവും മരുമക്കൾ തായവും കൊണ്ട് നടക്കുന്ന പുതിയ നിയമസഭയ്ക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. 12 ഗോത്രങ്ങളെ 3 ഗോത്രങ്ങൾ എണ്ണി 4 ഗണങ്ങളായി പറഞ്ഞു. 1, 2, 3, 4. എന്നാൽ ലേവി ഗോത്രത്തെക്കുറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ ഭാഗത്ത് ചിന്തിച്ചില്ല. ഇപ്പോൾ നാം വിചിന്തനം ചെയ്യുന്ന ലേവി ഗോത്രത്തിൻ്റെ സ്ഥാനമാണ്, പൗരോഹിത്യ ഗോത്രത്തിൻ്റെ സ്ഥാനമാണ്. അധ്യായം സംഖ്യാപുസ്തകം 2:17. ഒറ്റ വാക്യത്തിൽ അവരുടെ സ്ഥാനം ദൈവം തമ്പുരാൻ കൊടുത്തു. അവിടെ ലേവി ഗോത്രക്കാർ വലിയ പ്രധാന പങ്കും പദവിയും ഒന്നും വഹിക്കണമെന്ന് തീരുമാനിക്കുന്നില്ല. ഇതുതന്നെയാണ് പുതിയ നിയമത്തിൽ ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന ഗുണപാഠം. ശുശ്രൂഷകന്മാർ തല ഉയർത്തി ഞാനാണ് ഇവിടുത്തെ ശുശ്രൂഷകൻ എന്നുള്ള അഹംഭാവവും അഹങ്കാരവും ഒന്നും കൊണ്ട് നടക്കരുത്. നിങ്ങൾ ശുശ്രൂഷയ്ക്ക് വന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആ മിസ്രയീമിൽ താമസിച്ചപ്പോൾ അടിമത്തത്തിൽ നിന്ന് വിടുതൽ കൊടുത്ത ഒരു പെസഹ കുഞ്ഞാടാകുന്നു. ആ കുഞ്ഞാട് അറുക്കപ്പെട്ട് അതിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടി അതിൻ്റെ തോലുരിച്ച് ശുദ്ധീകരിച്ച് വീടിന് പുറത്തിട്ട് കനലിനകത്ത് ചുട്ടെടുത്ത് തിന്ന് അങ്ങനെയാണ് ഈ വിടുതൽ പ്രാപിച്ച് ഈ സ്ഥാനവും മാനവും മഹിമയൊക്കെ ലഭിച്ചത് ഇസ്രായേൽ ജനങ്ങൾക്കെങ്കിൽ നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അതിൽ കൂടെ ലഭിച്ചതല്ല നമുക്കെന്താണ് ഭാഗ്യം, നമുക്കെന്താണ് സ്ഥാനം, നമുക്കെന്താണ് പദവി? ഞെളിയാതെ ഭയപ്പെടുക. യഹോവ അവരെ 3 ഗോത്രങ്ങൾ വീതമുള്ള 4 ഗണങ്ങളായി തിരിച്ചു. ഓരോ ഗണത്തിനും ഓരോ കൊടി അഥവാ സ്റ്റാൻഡേർഡ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഓരോ ഗോത്രത്തിനും ഓരോ പ്രഭുക്കന്മാരെ അഥവാ നായകന്മാരെയും ദൈവം തിരഞ്ഞെടുത്തതാണ്. എന്നാൽ പുരോഹിത ഗോത്രമായ ലേവി ഗോത്രക്കാർക്ക് നായകനെയോ അഥവാ പ്രഭുവിനെയോ കൊടിയോ കൊടി അടയാളമോ അനുവദിച്ചതായി കാണുന്നില്ല. അപ്പോൾ തന്നെ സകല ഗോത്രങ്ങളെയും നയിക്കുന്ന മഹാപുരോഹിതനും സകലരും ആരാധനയ്ക്ക് വരുന്ന ആരാധന സ്ഥലവും അഥവാ സമാഗമന കൂടാരവും അതിനുള്ളിലുള്ള സകല ഉപകരണങ്ങളുടെയും വാഹകന്മാർ, ക്യാരിയേഴ്സ്, ചുമതലക്കാർ. സംഖ്യാപുസ്തകം 2-ാം 47-54 വരെയുള്ള വാക്യങ്ങൾ ഇവരായിരുന്നു. തന്നെയുമല്ല, 1-2 ഗോത്രങ്ങൾ ക്രമീകൃതമായി നിർദ്ദേശിക്കപ്പെട്ടതായ ചട്ടം അനുസരിച്ച് 1-2 ഗണങ്ങൾ അനുസരിച്ച് യോദ്ധാക്കളായി അണിയണിയായി മുന്നേറുമ്പോൾ അവരുടെ തൊട്ടു പിൻപിൽ അഥവാ സകല ഗോത്രങ്ങളുടെയും തൊട്ടു പിൻപിൽ അതായത് 3-4 അണികൾക്കു മുൻപിൽ അർത്ഥാൽ സകല ഇസ്രായേൽ ജനങ്ങളുടെയും നടുവിൽ
യഹോവയാം ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യവും ഇറങ്ങി വസിച്ചിരുന്ന പരിശുദ്ധ കൃപാസനവും അതിനോടനുബന്ധപ്പെട്ട സമാഗമന കൂടാരത്തിൻ്റെ ഉപകരണങ്ങളും പുറമൂടികളും ചുമലിൽ വഹിച്ചുകൊണ്ട് ലേവി ഗോത്രവും യഹോവയുടെ പുരോഹിതന്മാരും മുന്നേറുന്നു. സംഖ്യാപുസ്തകം 2:17. ശ്രദ്ധിക്കുക, മറ്റുള്ളവർ അവരുടെ കുടുംബ വീട്ടുകാര്യങ്ങളും സാധനങ്ങളും ചുമന്നുകൊണ്ട് പോകുമ്പോൾ, അവരവരുടെ പാളയത്തിൽ അവരവരുടെ കൂടാരങ്ങൾ ചുമന്നുകൊണ്ട് പോകുമ്പോൾ, ഇസ്രായേൽ ജനങ്ങളുടെ നടുവിൽ ലേവി പുരോഹിതന്മാർ യഹോവയുടെ ഉപകരണങ്ങൾ, സമാഗമന കൂടാരത്തിൻ്റെ ഉപകരണങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നു. കൊടിയില്ല, അവർക്ക് യൂണിയൻ ഇല്ല, അവർക്ക് പ്രഭുക്കന്മാരില്ല, നായകന്മാരില്ല. എന്നാൽ അവരുടെ നടുവിൽ പ്രധാന പുരോഹിതനായിരുന്ന പ്രസിഡന്റ് അല്ല, സ്തോത്രം, കൗൺസിൽ ചെയർമാനല്ല, പ്രധാന പുരോഹിതനായിരുന്ന അഹരോൻ മാത്രം ഉണ്ടായിരുന്നു എങ്കിൽ പുതിയ നിയമസഭയിൽ ഒരു മഹാപുരോഹിതനേ ഉള്ളൂ. അത് യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തു അല്ലാതെ ഒരു പ്രധാന പുരോഹിതനോ പ്രധാന ഇടയനോ ഇടയ ശ്രേഷ്ഠനോ ദൈവസഭയ്ക്കില്ല എന്നുള്ള പൂർണ്ണ സത്യം നാം വിസ്മരിച്ചുകൂടാ. ഇവരുടെ നിയമാനുസരണമുള്ളതും ക്രമീകൃതവുമായ യാത്രയുടെ ചിത്രം ഒരുവൻ ഒരു വാനനിരീക്ഷണം എന്ന വണ്ണം എടുത്താൽ, ഇന്നുള്ള ഏത് സ്വാതന്ത്ര്യ രാജ്യത്തിൻ്റെയും സ്വതന്ത്ര ദിനം ആഘോഷിക്കുന്ന പരിപാടികളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പടയാളികൾ ചെയ്യുന്ന അണിവകുപ്പിനെക്കാട്ടിൽ അതിമനോഹരമായിരിക്കും. മറ്റേത് 3 വർഷം ട്രെയിനിങ് നടത്തി ചട്ടതിട്ടങ്ങൾ പഠിപ്പിച്ച പടയാളികളാണ്. അണിവകുപ്പ് നടത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു ദിവസം മാത്രം, ക്ലിപ്ത ദൂരത്തിൽ മാത്രം. എന്നാൽ ഇസ്രായേൽ ജനങ്ങളാകട്ടെ 40 ദീർഘവർഷങ്ങൾ 41 അണിവകുപ്പുകൾ നടത്തി. 40 വർഷം കൊണ്ട് അവരുടെ താളം, അവരുടെ ലയം, അവരുടെ താളക്രമം, അണിനിരക്കുന്നതിന് ഉള്ള ആ ചട്ടത്തിട്ടങ്ങൾ എല്ലാം ഋതം അനുസരിച്ചായിരുന്നു എന്നുള്ളതിന് ഇരുപക്ഷം വേണ്ട. ഇതുപോലെ ഇവരെ പോലെ ഇവരുടേതുപോലെ ഒരു ജനവും യാത്രയും ലോക ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാകുകയും ഇല്ല. മാറ്റപ്പെട്ടുപോയ, വീണുപോയ, ഒടിക്കപ്പെട്ടുപോയ ലേവ്യ പൗരോഹിത്യ ജനം ഇത്രമാത്രം നിയമവിധേയരായി ജീവിച്ചുവെങ്കിൽ അവർക്ക് പകരം അവരെ ഒടിച്ചിട്ട് ഒട്ടിക്കപ്പെട്ടിരിക്കുന്നതായി, തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതായി രാജകീയ പുരോഹിതവർഗമാകുന്ന ദൈവസഭ എപ്രകാരം ആയിരിക്കണം ലോകജനത്തിൻ്റെ മുൻപിൽ എന്ന് ഒന്ന് ശ്രദ്ധിച്ച് ജീവിക്കുന്നത് ഉത്തമം ആയിരിക്കും. അവരുടെ നടുവിൽ വഴക്ക്, ശണ്ഠ, ക്രമം തെറ്റിയുള്ള യാത്ര എന്നിവകൾ ഇല്ലായിരുന്നു എങ്കിൽ ഇന്നത്തെ ആത്മീയരെന്ന് അഭിമാനിക്കുന്ന ദുരഭിമാനികളുടെ നടുവിൽ എന്തെല്ലാം ക്രമവിരുദ്ധമായ സംഗതികൾ നടക്കുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങി പ്രാർത്ഥിച്ചു തീരാതെ, ആശീർവാദം പറയാതെ പിരിഞ്ഞു പോകുന്ന കൗൺസിലുകൾ ഇന്നത്തെ ആത്മീയ സഭകളിൽ ഇല്ലേ? ഒന്ന് ശ്രദ്ധിക്കണം. എന്താണ് നമുക്ക് ബഹുമാനിപ്പാനുള്ളത്? ഒരു ദൈവപൈതൽ സ്ഥിരമായ വഴിയിൽ നടന്ന് ദൈവത്തിൻ്റെ പ്രസാദം തേടണം. സങ്കീർത്തനം 37:23. അവർ യാത്രയ്ക്ക് ഒരുവിധ നീതി കേടിനാലും നിയന്ത്രിക്കപ്പെടുന്ന ദൈവവചനത്തിൽ തൻ്റെ കാലടികളെ സ്ഥിരപ്പെടുത്തണം. സങ്കീർത്തനം 119, 133. ദൈവം അനുവദിച്ചു തരുന്ന കൂറിൻ പ്രകാരം മാത്രം ശുശ്രൂഷ നിവർത്തിക്കണം. ലൂക്കോസ് 1:8. മരുഭൂമിയിൽ തുടങ്ങിയ കൂറിൻ പ്രകാരമുള്ള ശുശ്രൂഷ ദൈവപുത്രന്റെ ജനനം നടക്കുന്ന സന്ദർഭത്തിലും ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിലുണ്ടായിരുന്നു. പലതിലും അവർ ക്രമീകരണം നടത്താതെ നടന്നിട്ടുണ്ട് എങ്കിലും ശുശ്രൂഷകൾക്ക് യാതൊരു വിഘ്നവും വരുത്താതെ വേണ്ട കൂറിൻ പ്രകാരം. കാരണം ദൈവിക ന്യായപ്രമാണത്തെ ആചരിക്കുന്നവർ
അതിൽ എഴുതിയിരിക്കുന്ന ക്രമപ്രകാരം നടക്കണമെന്നത്രേ ദൈവത്തിൻ്റെ വിധി. അപ്പോസ്തല പ്രവൃത്തി 21-24. കൊരിന്ത് സഭയിൽ ക്രമവിരുദ്ധമായ പല ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവിധ വിഷയങ്ങൾ താൻ അവിടെ വന്ന ശേഷം ക്രമപ്പെടുത്താമെന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നു. കൊരിന്ത്യരുടെ 1 ലേഖനം 11:34. ക്രമവിരുദ്ധമായത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, അവർ പണ്ട് 1-ാമത്തെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങളും പണ്ട് ഈ വകക്കാരായിരുന്നു. അന്ന് നടന്നതുപോലെ ക്രമവിരുദ്ധമായ പരിപാടികൾ ക്രമീകൃതമായി നടക്കേണ്ട ദൈവസഭയിൽ വന്ന് നടത്തി കാണിച്ചത് കണ്ടിട്ടാണ് പൗലോസ് ശക്തിയുക്തം അത് ചെയ്യരുത്, ഞാൻ വന്ന് ക്രമീകരിക്കാമെന്ന് പറയാൻ കാരണം. എന്താ കാരണമെന്നറിയാമോ? പൗലോസ് ക്രമവിധേയമായി നടന്ന് പരിചയമുള്ളവനായിരുന്നു. ദൈവസഭയിൽ നടക്കുന്ന സകലവിധ ആരാധനക്രമങ്ങളും ശുശ്രൂഷകളും ഉചിതവും ക്രമവും ആയി നടത്തണമെന്ന് വിശുദ്ധ പൗലോസ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. കൊരിന്ത്യരുടെ 1 ലേഖനം 14:40. എന്തിനധികം വിശുദ്ധന്മാരുടെ ഉൽപ്രാപണത്തിനും നിരയും ക്രമവും വകുപ്പും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 ലേഖനം 15:23. ഓരോരുത്തരും അവരവരുടെ നിരയിൽ അത്രേ, എവരി വൺ ആഫ്റ്റർ ഹിസ് ഓൺ ഓർഡർ. ദൈവവിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാകണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. വിശ്വാസികൾ മാത്രമല്ല, ശുശ്രൂഷകന്മാരും തങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭകളിലും പോകുമിടം എങ്ങും ശുശ്രൂഷകളെ ക്രമമായി നടത്തുവാൻ അഭ്യസിക്കുകയും ആചരിക്കുകയും ചെയ്യണം. തീത്തോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. തീത്തോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. ദൈവവിശ്വാസിയെ പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് വ്യക്തികളോടും അകന്നുകൊള്ളണം എന്ന് വചനം അനുശാസിക്കുന്നു. ദൈവവിശ്വാസിയായ ഒരു വ്യക്തി. തെസ്സലോനിക്കരുടെ 2-ാം ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. പൗലോസും കൂട്ടുവേലക്കാരും അവർ സഞ്ചരിച്ച ഒരിടത്തും ശുശ്രൂഷിച്ച ഒരു സഭയിലും ക്രമം കെട്ട് നടന്നിട്ടില്ല. തെസ്സലോനിക്കരുടെ 2-ാം ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. ദൈവം ഏൽപ്പിച്ച വേല ശുശ്രൂഷ ചെയ്യാതെ പരകാര്യം നോക്കി നടക്കുന്നതാകുന്നു ക്രമം കെട്ട നടപ്പ്. ശുശ്രൂഷിക്കുന്ന വ്യക്തി റിയൽ എസ്റ്റേറ്റ് നടത്തുക, കല്യാണാലോചന നടത്തുക, ലഭിക്കുന്ന പണം പലിശയ്ക്ക് കൊടുക്കുക, അരുതാത്ത സ്ഥലത്ത് പോയി വേലിയറമ്പിൽ നിൽക്കുക, ഏതെങ്കിലും ഒരു വീട്ടിൽ താമസിച്ചാൽ അവിടുത്തെ വിശിഷ്ട സാധനങ്ങൾ ചോദിച്ചു വാങ്ങി പോക്കറ്റിൽ വെച്ചുകൊണ്ട് പോകുക, ചെയ്യാത്ത ശുശ്രൂഷയ്ക്ക് പണം വാങ്ങിക്കുക, ഇതൊന്നും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് തിരുവചനം അനുശാസിക്കുന്ന കാര്യമല്ല. തെസ്സലോനിക്കരുടെ 2-ാം ലേഖനം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കണം. ദൈവം ശുശ്രൂഷകന്മാരെ വിളിച്ചിരിക്കുന്നത് ഓർഫനേജ് പണിയുവാനും ബൈബിൾ സ്കൂളുകളുടെ കെട്ടിടമുണ്ടാക്കി വിസ്തരിച്ച് പണം വാങ്ങുവാനും ഒന്നും അല്ല. ഇപ്രകാരം ക്രമം കെട്ട് നടക്കുന്നവരോടും അവിശ്വാസികളോടും ഒരു ദൈവവിശ്വാസി ഏത് വിധത്തിൽ ഇടപെടണമെന്നും തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. ദൈവവചനത്തിൽ നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവവചനം അനുസരിക്കാത്തവരെ വിട്ട് അകന്നിരിക്കണം. തെസ്സലോനിക്കരുടെ 2-ാം ലേഖനം 3:14. ദുർനടപ്പുകാരോട്, ആത്മീയകോളത്തിലുള്ള ദുർനടപ്പുകാരോടായി പറഞ്ഞത്, ആത്മീയതയിൽ വന്ന ശേഷം, വിശ്വാസത്തിൽ വന്ന ശേഷം അതിനു മുമ്പ് ചെയ്തു വന്നിരുന്ന ദുർനടപ്പുകളിൽ തുടർ ജീവിതം ചെയ്തു വരുന്നു എങ്കിൽ അവരോട് സംസർഗം വേണ്ട. കൊരിന്ത്യരുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അവരത് ചെയ്യുന്നുണ്ടല്ലോ, എനിക്കെന്തുകൊണ്ട് ആയിക്കൂടാ? വേണ്ട. അങ്ങനെ അഹങ്കാരം കാണിച്ച് നടക്കുന്ന വ്യക്തികളോട് സംസർഗം വരുത്, കൂട്ടായ്മ വേണ്ട, കൊയിനോണിയ വേണ്ട എന്ന്
അങ്ങനെയുള്ളവർ ദുഷ്ടന്മാരത്രേ. അവരെ വിശ്വാസികളുടെ ഇടയിൽ നിന്നും നീക്കിക്കളയണം. രാജകീയ പുരോഹിത വർഗത്തിനുള്ള നിയമങ്ങളാണ് പുതിയ നിയമത്തിൽ. നിങ്ങൾ പാർക്കുവാൻ ചെല്ലുന്ന ദേശത്തെ അവിശ്വാസികളുടെ കൂട്ടായ്മ വേണ്ട, അവരുടെ ആലയങ്ങളിൽ പോകരുത്, അവരുടെ യാഗം കഴിക്കരുത്, അവരുടെ ദേവീദേവന്മാരെ വണങ്ങരുതെന്ന് കർശനമായി ദൈവം നിയമം കൊടുത്തതുപോലെ പുതിയ നിയമത്തിൽ ദൈവസഭയിൽ പറയുകയാണ്. കൊരിന്തിലും എഫെസോസിലും തെസലോനിക്കയിലുള്ള ജാതീയ വ്യക്തികൾ നടക്കുന്നത് പോലെ ആത്മീയ ഗോളത്തിൽ വന്ന ശേഷം നടക്കുന്നുവെങ്കിൽ അവരുമായി കൂട്ടായ്മ ആചരിക്കരുത്. ഒരു സത്യവിശ്വാസി അവിശ്വാസികളായവരോട്, അഥവാ നീതിക്കും അധർമ്മത്തിനും വെളിച്ചത്തിനും ഇരുളിനും 12 AM-ഉം 12 PM-ഉം തമ്മിലുള്ള വ്യത്യാസം പോലെ ക്രിസ്തുവിനും ബേലിയാലിനും ജീവനുള്ള ദൈവത്തിനും വിഗ്രഹാരാധന ആലയം നടത്തുന്നവർക്കും വിഗ്രഹം നിറഞ്ഞ ജാതീയ ക്ഷേത്രങ്ങൾക്കും തമ്മിൽ ചേർച്ചയും കൂട്ടായ്മയും പൊരുത്തവും ഓഹരിയും വേണ്ട. അണ്ണിക്കൂലി യോക്ക് വേണ്ട. പഴയ നിയമത്തിൽ കാളയെയും എരുമയെയും ഒരു നുകത്തിന് വെച്ച് പൂട്ടരുത്. ഫെലോഷിപ്പ് വേണ്ട, അക്കോഡ് വേണ്ട, ഇണയില്ല പിണക്കൂടരുത്. കാരണം ഒരു ദൈവവിശ്വാസി ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം ആകുന്നു. 2-ാമത്തെ ലേഖനം കൊരിന്ത്യർക്ക് എഴുതപ്പെട്ടത് 6-ാമത്തെ വാക്യം. 5-ാമത്, സഹോദരന്മാരായ ദൈവവിശ്വാസികൾ അപ്പസ്തലന്മാരിൽ നിന്ന് പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഡിവിഷൻസ്, ഇടർച്ചകളെയും ഒഫൻസസ് ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം. അവരെ അവോയ്ഡ് ചെയ്യണമെന്ന് പൗലോസ് പ്രബോധിപ്പിക്കുന്നു. ഏതെല്ലാം പട്ടണങ്ങളിൽ വെള്ളത്തൊലിയുള്ള യഹൂദൻ, അവിടെയുള്ള കറുത്ത തൊലിയുള്ള ദേശവാസികൾ വന്നാൽ അവരെ ഡിവിഷൻ പറഞ്ഞു മാറ്റി നിർത്തുക. ഇന്നും ആത്മീയ സഭകളിലും ഗോത്രങ്ങളിലും ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർ മാത്രമുള്ള സഭകളുണ്ടല്ലോ. സ്റ്റേറ്റ് ഡിവിഷൻ എന്തെല്ലാം അവരെ പ്രബോധിപ്പിക്കുകയാണ് വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ 12:17. 6-ാമത്, തന്നെയുമല്ല, അന്ത്യകാലത്ത് ദൈവസഭയ്ക്കുള്ളിൽ കടന്നുകൂടിക്കൊണ്ടിരിക്കുന്ന 18 വിധത്തിലുള്ള പാപം ചെയ്യുന്നവരെ വിട്ടൊഴിയണം എന്നും അവർ എന്ത് ചെയ്യും എന്നും വിശുദ്ധ പൗലോസ് ദൈവസഭാ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അന്ത്യകാലത്ത് ഭക്തിയുടെ വേഷം ധരിച്ച് ഭക്തിയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ശക്തിയെ ത്യജിക്കുന്നവർ എഴുന്നേൽക്കും. ഇന്നത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നു. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാമത്തെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ് തുടരുകയാണ്. ക്രിസ്തുയേശുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. അപ്പസ്തലന്മാരുടെ കാലത്തിൽ ഉണ്ടായിരുന്ന കാലമല്ല ഇത്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അവർ പഠിപ്പിച്ചതിനെക്കാട്ടിൽ പുതിയ ചില വിശ്വാസവും കൊണ്ടൊക്കെ ഇന്നത്തെ ആത്മീയഗോളത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന സൂപ്പർ സ്പിരിച്വൽ ആളുകളുണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വരുന്നു എങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവനുമായി കുശലം പറയരുത്. അവന് കുശലം പറയുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. അവസാനമായി കർത്താവിൻ്റെ സ്വന്തം ശിഷ്യൻ യോഹന്നാൻ തൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. ഇവയത്രേ തനിച്ചു പാർക്കുന്നവരെന്നും ജാതികളോടുകൂടി എണ്ണപ്പെടാത്തവരെന്നും ബിലയാം എന്ന പ്രശ്നക്കാരൻ, സൂത്തുസെയർ, ഡിവൈനർ, ലക്ഷണവിദ്യക്കാരനായ മന്ത്രവാദി ഒരു മലയുടെ മുകളിൽ നിന്ന് താഴ്വരയിൽ കിടക്കുന്ന ജനത്തെ കണ്ട് സാക്ഷ്യം പറഞ്ഞ പഴയ നിയമ ലേവ്യ പൗരോഹിത്യ വിശ്വാസികൾ എങ്കിൽ ലോകത്തിലൊക്കെയും ചിതറിപ്പാർക്കുന്ന രാജകീയ പുരോഹിത വർഗത്തെക്കുറിച്ചും ദൈവം ഇത് തന്നെ ആഗ്രഹിക്കുന്നു എന്ന് മറന്നു പോകരുത്. സംഖ്യാപുസ്തകം 21:9, യോശുവയുടെ പുസ്തകം 13:22, അപ്പോസ്തല പ്രവൃത്തി 2:40, ലേവ്യ പുസ്തകം 20:24, ആവർത്തന പുസ്തകം 32:5, യെശയ്യാവ് 52:1. വേർപാടാചരിക്കുക. കർത്താവേ, ഞങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ.